അമ്മ ഷാരോണിന്റെ അമ്മ പ്രിയ. എന്താണ് ആദ്യത്തെ പ്രതികരണം? അവളെ ശിക്ഷിച്ചതിൽ സമാധാനമുണ്ട്. 3 പേരെയും ശിക്ഷിക്കണമായിരുന്നു, അമ്മയും ശിക്ഷിക്കണമായിരുന്നു. അവളൊരമ്മയാണ്, അവളും ആ പെണ്ണിന് കൂട്ടുനിന്നതാണ്. അപ്പോൾ അവളെ ശിക്ഷിക്കണമായിരുന്നു. ഈ അമ്മയെ കുറ്റക്കാരിയല്ല എന്ന് കോടതി കണ്ടെത്തിയതിന് പിന്നിൽ അതിൽ ഈ അന്വേഷണ സംഘത്തിന് എന്തെങ്കിലും തെറ്റുപറ്റിയതായി കരുതുന്നുണ്ടോ? ഇല്ല, അന്വേഷണ സംഘം വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ നിന്ന് അന്വേഷണമൊക്കെ പൂർത്തിയാക്കിയത്. അങ്ങനെ വീഴ്ച പറ്റിയില്ല. എന്തായിരിക്കും നിങ്ങളുടെ അടുത്ത നീക്കം നാളെ ഈ ശിക്ഷാവിധി കൂടി വന്നതിന് ശേഷം? നാളെ ശിക്ഷാവിധി വന്നിട്ട് എന്താണ് ചെയ്യണമെന്ന് തീരുമാനിക്കും. നാളത്തെ ശിക്ഷയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. പരമാവധി ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കണം. എൻ്റെ പൊന്നുമോനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയത് അവളാണ്. അവൾക്ക് പരമാവധി ശിക്ഷ തന്നെ കൊടുക്കണം. ഇപ്പോൾ ഈ വിധി വരുമ്പോൾ 2 വർഷം നീണ്ടൊരു നിയമ പോരാട്ടം ഉണ്ടല്ലോ, അതിനുശേഷം ആർക്കൊക്കെയാണ് നന്ദി പറയാൻ ഉള്ളത്? നന്ദി പറയേണ്ടത് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേകിച്ച് പേരെടുത്ത് പറയണില്ല. അവർക്ക് എല്ലാവർക്കും, ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർക്കും അന്വേഷണത്തിന് ഭാഗമായി വന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും നന്ദി പറയണം. പിന്നെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വിനീത് കുമാർ സാർ, അദ്ദേഹത്തിന് നന്ദി പറയണം. അദ്ദേഹം ഞങ്ങളോടൊപ്പം അന്ന് വരെ ഇന്ന് വരെ ഉണ്ടായിരുന്നു. വളരെയേറെ ആത്മാർത്ഥമായിട്ട് നിന്നു. പിന്നെ മാധ്യമങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും നാളത്തെ ദിവസത്തിന് ശേഷം ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കാനല്ലേ തീരുമാനം? നാളത്തെ വിധി വന്നതിന് ശേഷം എന്താണെന്ന് തീരുമാനിക്കും. ക്യാമറമാൻ സജീവൻ എസിനൊപ്പം സലീം മാലിക്, 24 തിരുവനന്തപുരം. ഉറപ്പായും 2022 ഒക്ടോബർ 25-നുണ്ടായ പാറശാലയിലെ സംഭവം കേരള മനസാക്ഷി ഒന്നാകെ വല്ലാതെ ഞെട്ടിച്ചതാണ്. പെൺസുഹൃത്ത് ഷാരോണിനെ വിഷം കൊടുത്തു കൊന്നു എന്നുള്ളതായിരുന്നു ആദ്യം വന്ന വാർത്ത. അത് ഞെട്ടലോടുകൂടിയാണ് കേരള പൊതുസമൂഹം ഏറ്റെടുത്തത്. അതിനുശേഷം അതിൻ്റെ ഓരോരോ അധ്യായങ്ങൾ നമ്മൾ കണ്ടു. കേസിൽ നിന്ന് ഒഴിവായി പോകാൻ പ്രതിഭാഗം നടത്തിയ ഓരോരോ നീക്കങ്ങൾ നമ്മൾ കണ്ടു. അത് കേരളത്തിലല്ല തമിഴ്നാട്ടിൽ കാണുന്ന അങ്ങേയറ്റം ആവർത്തിച്ച് വാദിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. അതിനവർക്ക് കിട്ടുന്ന നിയമസഹായങ്ങൾ നമ്മൾ കണ്ടു. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ വളരെ ഫലപ്രദമായി, വളരെ ഫുൾ പ്രൂഫായി അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും കോടതിയിൽ അവർക്ക് വാദിച്ച് സമർത്ഥിക്കാൻ കഴിയുന്നു. 1-ാം പ്രതി ഗ്രീഷ്മ കുറ്റക്കാരിയാണ്.